പണ്ടൊക്കെ നമ്മൾ ഈ പൂവാലന്മാർ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, കോഴിയെന്ന്, അല്ലെങ്കിൽ കുക്കിടം. പക്ഷേ അതൊരു സാധാരണ കുക്കിടങ്ങളായിരുന്നു. ചെറിയ പ്രണയമൊക്കെ തോന്നുമ്പോൾ അവർ വന്ന് ജീവിതത്തിലേക്ക് ക്ഷണിക്കും, അല്ലെങ്കിൽ ആദ്യം ഭംഗിയൊക്കെ പറയും, പിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും. വളരെ കുഴപ്പമില്ലാത്ത ഒരു പ്രണയമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുക്കിടങ്ങൾ മാറി. ഇപ്പോൾ കോഴിത്തീറ്റ മാറിയതറിയാമല്ലോ. കോഴിത്തീറ്റയിൽ ചിക്കൻ, പലതരം സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, ഈവൻ ഹോർമോൺസ് വരെ. അതുപോലെ തന്നെ ഈ കോഴികളുടെയും ഇപ്പോഴത്തെ ആഹാര രീതി മാറിയിട്ടുണ്ട്. അതിനകത്ത് LSD, PCP, പിന്നെ ആംഫിറ്റാമിൻസ് പോലെയുള്ള സ്റ്റിമുലൻസ്, MDMA ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ സാധാരണ കോഴിയായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. പൊരുന്ന കോഴിയായിട്ട്, അതായത് എടുത്ത് ചാടി കോഴി പോരിനൊക്കെ പോയില്ലേ, അത്തരം കോഴികളായിട്ടാണ് അവർ വരിക. അവർക്ക് വേറൊന്നും അവർക്ക് അറിയണ്ട. അവർക്ക് എനർജി കൂടി വല്ലാത്തൊരു ലെവലിലാണ് അവർ. അവർക്ക് ഏത് പെണ്ണിനെയും ചാടി പിടിക്കുക, അല്ലെങ്കിൽ അബ്നോർമലായിട്ട് പെരുമാറുക. അങ്ങനെയുള്ള ഈ പോർക്കോഴികളെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? അവരുടെ പുറകിൽ നല്ല പണമുണ്ട് കേട്ടോ, നല്ല പരിവേഷമുണ്ട്. അതായത് മിക്കവാറും പേർ ഉയർന്ന നിലയിലുള്ളവരുടെ മക്കളായിരിക്കും. കൂടാതെ ഈ അഭിനേതാക്കൾ സിനിമാ രംഗത്ത് ഇത് കീഴടക്കുകയാണ്. അതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സത്യം തന്നെയാണ്. എന്തിനു പറയുന്നു? ആർക്കെങ്കിലും കാരവാനിൽ ചെന്ന് ഇവരുടെ ഈ മെഡിസിൻസ്, രാസലഹരികൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അല്ലേ? അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെ മക്കളെ, അതായത് പണക്കാർ, വലിയ ആൾക്കാരെന്ന് വെച്ചാൽ ആനയോളം വലുതല്ല, പണക്കാരുടെ മക്കൾ അവരെവിടെയാണ് പോകുന്നത്? അവർ എന്തൊക്കെയാണ് നൈറ്റ് ക്ലബ്ബിൽ ആഘോഷിക്കുന്നത്? അവരെന്തെല്ലാം അരാജകത്വം ഉണ്ടാക്കുന്നു? ഇത്തരം കുക്കുട വീരന്മാരെ, അതായത് പോര് കോഴികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് റൂട്ട് കോസ്? ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും തുടങ്ങിയാൽ മാത്രമേ ഇതിപ്പോൾ കൊണ്ടുപോകാൻ പറ്റൂ. ഈയിടെ ഒരു നടനെ പിടിച്ചു, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ ചാടിയോടി പോയതാണോ കുറ്റം? മാത്രമല്ല, അത് ഉപയോഗിക്കുന്നതും കുറ്റമല്ല, അത് വിൽക്കുന്നതും വാങ്ങുന്നതുമാണ് കുറ്റം. നമ്മുടെ നിയമസംഹിതകളിൽ വേണ്ടത്ര മാറ്റം വരുത്താതെ ഈ രാജ്യം മുന്നോട്ട് പോകില്ല. എങ്ങനെയാണ്, എവിടെ നിന്ന് ഇത് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതിൻ്റെ ട്രാഫിക് നിയന്ത്രിക്കുക. പ്രധാനമായിട്ടും സ്ത്രീകളെയാണ് അവർ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിക്കുക. മഫ്തി വേഷത്തിൽ തന്നെ ചുള്ളന്മാരായി പോലീസുകാർ ഇടയ്ക്കിറങ്ങുക. എങ്കിൽ മാത്രമേ, നിങ്ങളും നൈറ്റ് ക്ലബ്ബിലൊക്കെ പോകൂ പോലീസുകാർ, എന്നിട്ട് അവിടെ വരുന്നതൊക്കെ കണ്ടുപിടിക്കുക. ഇല്ലാതെ ഈ പോർക്കുക്കിടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ ഒരു വഴിയും ഉണ്ടാകില്ല. അവർക്കിടയിൽ അമ്മയും പെങ്ങളും തമ്മിൽ പോലും ഒരു വ്യത്യാസം അവർ കാണില്ല. അധപതിക്കണോ? വേണ്ടെങ്കിൽ സർക്കാർ ആലോചിക്കുക, നിയമസംഹിതകൾ, നിയമജ്ഞന്മാർ ആലോചിക്കുക.